ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ ബ്രദർ കാസർഗോഡ് നിന്ന് വരുന്നുണ്ട്. അവന് കോട്ടയത്ത് നമ്മൾ പോയി പിക്ക് ചെയ്യണം. അതിന് മുന്നേ ഫുഡ് കഴിക്കണം. എന്നാക്കി മുന്നേ കഴിക്കാൻ ഇതന്നെ ചെറുപയർ, ചിക്കൻ ഫ്രൈ, തൈര്, അച്ചാർ, ചോറ്. അടിപൊളി. ട്രെയിനിൻ്റെ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ ഇപ്പോൾ കളമശ്ശേരി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ കോട്ടയത്ത് വരുമ്പോഴത്തേക്ക് 5 മണിയാവുമെന്ന് പറഞ്ഞേ. സുനാ പോയിട്ട് വരാം കേട്ടോ, 3:45. അപ്പോൾ നമ്മൾ പതുക്കെ ഇറങ്ങി വണ്ടിയൊക്കെ ആയിട്ട് ഇറങ്ങാം. ടാറ്റ. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്തൊക്കെ കയറി നമ്മൾ കോട്ടയത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോട്ടയത്തൊക്കെ നല്ല മഴയാണ്. നമ്മൾ ഈ കടയിൽ എൻ്റെ കുറച്ച് ഷർട്ടും പാൻറ്റും തേക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കളക്ട് ചെയ്തോളാൻ പറഞ്ഞ് വിളിച്ചായിരുന്നു. അപ്പോൾ അത് പോകുന്ന വഴിക്ക് നമ്മൾ എടുത്തുകൊണ്ട് പോകണേ. ഈ മഴ നനഞ്ഞ് വന്ന് കയറി തുണിയൊക്കെ തേച്ച് കിട്ടി കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇത് ആദ്യമായിട്ട് ഇവിടെ തേക്കാൻ കൊടുക്കുന്നത്. കൊള്ളാം. കൂടിയാൽ പിന്നെ ഫുൾ മിസ്റ്റാട്ടോ. പിന്നെ വേറെ രക്ഷയൊന്നുമില്ല. ഹീറ്റർ ഓണാക്കി കൊടുക്കാനേ വഴിയുള്ളൂ. കോട്ടയത്ത് വന്നതായിട്ടാണ് കാണിക്കുന്നത്. ഞാനിവിടെ സ്റ്റേഷൻ അടുത്ത് തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ പിന്നെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവനെ പിക്ക് ചെയ്തപ്പോൾ അമ്മയുടെ വർക്ക് തീർന്നു പറഞ്ഞു. അപ്പോൾ അമ്മയും വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വരുന്ന വഴിക്ക് കളത്തിപ്പടിയിലുള്ള ഡയറി ക്വീനിൽ കയറി കേട്ടോ. ഇവിടെ ജ്യൂസും സ്നാക്സും ഒക്കെ കഴിക്കാനാണ് കയറിയത്. നമ്മുടെ പയ്യൻ 12th 90% മാർക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് വേണ്ടി നമ്മളൊരു ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ വാച്ച്. രാത്രി ആയപ്പോഴത്തേക്ക് പിന്നെ ഉണ്ടാക്കാനൊക്കെ മടിയായി. പിന്നെ നോക്കുമ്പോൾ നല്ല മഴ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ നമുക്ക് പതുക്കെ ഫുഡ് കഴിക്കാൻ പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ നോർമലി ഉള്ളൊരു സജഷൻ എന്ന് പറഞ്ഞാൽ ഐഡിയ ആണ്, കോട്ടയത്തുള്ള ഹോട്ടൽ ഐഡിയ ആണ്. ഇതൊന്നും നോക്കിയില്ല, 4 പേരെയും കൂട്ടി നേരെ ഐഡിയയിലേക്ക് പോയി. മഴ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് മഴ കേട്ടോ. വൈപ്പറാണെങ്കിൽ ഫുൾ സ്പീഡിലിട്ട് പോലും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ ഐഡിയയിലെത്തി. ഇവിടെ എന്ന് വന്നാലും നിറച്ച ആൾക്കാർ കേട്ടോ. നമ്മൾ ഇവരുടെ തിയോസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഇവർക്ക് വേറൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് പുറത്ത്, ഔട്ടോസ് ബിസ്ട്രോ. ഇത്രയും മെനു കാണുമ്പോൾ എനിക്ക് എന്നും കൺഫ്യൂഷൻ ആട്ടോ. എല്ലാവരും ആ കൺഫ്യൂഷനിൽ തന്നെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റാർട്ടറായിട്ടൊരു ഹണി ഗ്ലേസ്ഡ് ചിക്കനും ഒരു സൂപ്പ് ഓർഡർ ചെയ്തു. ഇതൊരു ഗ്ലാസ് റെഡ് വൈൻ ആട്ടോ. ഞാൻ മെയിൻ കോഴ്സായിട്ടൊരു റെഡ് പാസ്ത ഓർഡർ ചെയ്തു ചിക്കൻ. ഇവിടുത്തെ ബീഫ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു ബീഫ് ഡ്രൈ ഫ്രൈ ഓർഡർ ചെയ്തു. ഒരു ചിക്കൻ ടിക്ക ഓർഡർ ചെയ്തു. 2 സെറ്റ് പാലപ്പം ഓർഡർ ചെയ്തു. ഫുഡൊക്കെ കണ്ടപ്പോഴത്തേക്ക് വ്ളോഗിൻ്റെ കാര്യം മറന്നു. പിന്നെ ഫുഡിലായിരുന്നു കോൺസെൻട്രേഷൻ ഫുള്ള്. നമുക്ക് ഗസ്റ്റ് ആര് വന്നാലും ആദ്യം ഐഡിയയിൽ കൊണ്ടുവന്നതിൻ്റെ കാര്യം വെച്ചാൽ അവരുടെ സർവീസ് ആട്ടോ. അത് അടിപൊളിയാണ്. നമ്മളിങ്ങോട്ട് വരാൻ വേണ്ടി സ്വിഫ്റ്റ് എടുത്തുകൊണ്ടാട്ടോ പോകുന്നത്. നമ്മുടെ ജാസിനകത്ത് ഒരു പൂച്ച കയറിയിരിക്കുക എൻജിൻ ബേക്കകത്ത്. ഇപ്പം സമയം 9:10 കഴിഞ്ഞ് കേട്ടോ. നമ്മൾ പതുക്കെ കോട്ടയത്ത് ടൗണിൽ കൂടെയൊക്കെ ഒന്ന് കറങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. വീട്ടിൽ വന്നപ്പോൾ ഒരാൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ ലുലു പുറത്ത് നിൽപ്പുണ്ട്. ഡോറ് തുറന്ന് വന്നപ്പോഴത്തേക്ക് ലൂണ അകത്തിരിപ്പുണ്ട്. 2 പേരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ പോയപ്പോൾ ഫുഡൊക്കെ ഇട്ട് വെച്ച് കൊടുത്തിട്ടാണ് പോയത്. പിന്നെ നമ്മളെ കാണുമ്പോൾ ഇപ്പോൾ ഇച്ചിരി വിശപ്പ് കൂടുതലും ഇച്ചിരി കരച്ചിൽ കൂടുതലൊക്കെയാണ്. ഇവിടെ വരെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ഇങ്ങനത്തെ കണ്ടന്റ് ഇനി കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.